ഫൈനലിനോളം പോകുന്ന മത്സരങ്ങളാണ് ക്വാർട്ടറിലൊക്കെ തന്നെയും നടക്കാൻ പോകുന്നത്. സെമി ഫൈനലിൽ നോക്കൂ, സ്പെയിൻ ഫ്രാൻസ് മത്സരമാണ് ഏറ്റവും ആവേശകരമാകാൻ പോകുന്നത്. എംബാപ്പയും ലമീൻ യമാലും തമ്മിലുള്ള ഒരു പോരാട്ടവേദി അതെങ്ങനെയായിരിക്കും എന്നത് ആവേശം തന്നെയാണ്. ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് അർജന്റീന ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം സ്വിറ്റ്സർലൻഡിനെയാണ് നേരിടാൻ പോകുന്നത്. താരതമ്യേന വേണമെങ്കിൽ പറയാം അത്ര കരുത്തുറ്റ എതിരാളികളല്ല. പക്ഷേ കഴിഞ്ഞ മത്സരം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവരെ ഈജിപ്ത് വിറപ്പിച്ചതാണ്. ഇതുവരെയുള്ള പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കണം. ഫൈസൽ ഹംസയാണ് ചേരുന്നത്. ഫൈസൽ, ക്വാർട്ടറിലേക്ക് അർജന്റീനയുടെ ഒരു പോരാട്ടം സത്യത്തിൽ അത്ര എളുപ്പമായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കേപ്പ് വെർദെ പോലുള്ളൊരു കുഞ്ഞൻ രാജ്യം വിറപ്പിച്ചു. ഈജിപ്തിനോടുള്ള മത്സരം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച മത്സരം, അവസാന നിമിഷം വരെ വെള്ളം കുടിച്ചതിന് ശേഷമാണ് ക്വാർട്ടറിലേക്ക് എത്തുന്നത്. പക്ഷേ സ്വിറ്റ്സർലൻഡ് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഈ മത്സരം നടക്കാൻ പോകുന്നത്? ഇതുവരെയുള്ള ഇരു ടീമുകളുടെയും പ്രകടനം കൂടി എങ്ങനെ നമുക്ക് വിലയിരുത്താം? വിനീത, അങ്ങനെ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സ്വിറ്റ്സർലാൻഡ് സ്വിസ് ബാങ്ക് പോലെ അവരുടെ ഗോൾ പോസ്റ്റും സുരക്ഷിതമാക്കി വെക്കുമോ, അവിടെ ലയണൽ മെസ്സിക്ക് ഒരു അക്കൗണ്ട് തുറക്കാനുള്ള അവസരം നിഷേധിക്കുമോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, ലോക ചാമ്പ്യന്മാരെന്ന പെരുമയുമായാണ് ഈ ടൂർണമെന്റിന് അർജന്റീന വരുന്നത്. അവിടെ അവരുടെ തുടക്കം ഗ്രൂപ്പ് ഘട്ടത്തിൽ നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ അൾജീരിയയെ നേരിടുന്നു, 3-0 അവർ വിജയിക്കുന്നു. ലയണൽ മെസ്സിയുടെ ഹാട്രിക് കൊണ്ട് അനുഗ്രഹീതമായ മത്സരമായിരുന്നു അത്. തൊട്ടടുത്ത മത്സരം ഒരു യൂറോപ്യൻ ടീമിനെ എങ്ങനെയാണ് സ്കലോണി നേരിടുന്നത് എന്നാണ് ഉറ്റുനോക്കിയത്. പക്ഷേ അന്ന് ഓസ്ട്രിയക്കെതിരെ 2-0 വ്യക്തമായ മാർജിനോടുകൂടി അർജന്റീന ജയിക്കുന്നു. അടുത്ത മത്സരത്തിൽ നമുക്കറിയാം എതിരാളികൾ ജോർദാനാണ്. മറ്റൊരു ആഫ്രിക്കൻ കരുത്തരായ ജോർദാൻ വരുന്നു. അവിടെയും അർജന്റീനയ്ക്ക് ഒരു വിറക്കേണ്ട സാഹചര്യമൊന്നും വന്നിട്ടില്ല. 3-1 അർജന്റീന വിജയിക്കുന്നു എന്നുള്ളതാണ്. ഈ 3 മത്സരങ്ങളിൽ നിന്നായി അർജന്റീന അടിച്ചു കയറ്റിയത് 8 ഗോളുകളാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷമാണ് നിർണായകമായ റൗണ്ട് ഓഫ് 32 വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കബോ വെർദെ ഈ ലോകകപ്പിലെ കരുത്തരായ ടീമുകളെ വിറപ്പിച്ച ടീമാണ് കബോ വെർദെക്കെതിരെ. പക്ഷേ ലയണൽ മെസ്സിക്കും സംഘത്തിനും കടന്നുകൂടാൻ എക്സ്ട്രാ ടൈം വരെ കാത്തിരിക്കേണ്ടി വന്നു. അവിടെയും 3-2 എന്ന സ്കോറിനാണ് അർജന്റീന വിജയിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വിവാദങ്ങളെല്ലാം ഉണ്ടായ കഴിഞ്ഞ മത്സരം നമ്മൾ കണ്ടതാണ്. 70 മിനിറ്റ് വരെ അർജന്റീന വിറച്ച ഒരു മത്സരം. അവിടെ 3-2 എന്ന സ്കോറിനാണ് ഈജിപ്തിനെതിരായ മത്സരത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു മത്സരമാണ്. എന്തായാലും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം 3-3-3, അതായത് 9 ഗോളുകൾ പ്ലസ് 5, 13 ഗോളുകൾ ഇതിനോടകം 14 ഗോളുകൾ ഇതിനോടകം തന്നെ അർജന്റീന എതിരാളികളുടെ പോസ്റ്റിൽ അടിച്ചു കയറ്റിയിട്ടുണ്ട്. തിരിച്ചു വാങ്ങിയതാകട്ടെ വെറും 5 ഗോളുകൾ മാത്രമാണ് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറ്റാക്കിംഗ് നിരയുടെ ഒരു ശേഷി തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. മറുവശത്ത് നമ്മൾ സ്വിറ്റ്സർലൻഡ് എങ്ങനെയാണ് വന്നത് എന്നുകൂടിയാണ് നോക്കേണ്ടത്. സ്വിറ്റ്സർലൻഡ് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വിസ് ബാങ്ക് പോലെ തന്നെ ശക്തമാണ് അവരുടെ ഗോൾ പോസ്റ്റും എന്നുള്ളതാണ്, പ്രതിരോധം എന്നുള്ളതുമാണ്. പക്ഷേ ആദ്യ മത്സരത്തിൽ ഷാക്കിയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സ്വിറ്റ്സർലൻഡ് ഖത്തറുമായി ഇങ്ങനെ ഒരു മത്സരം സമനിലയിൽ പിരിഞ്ഞു എന്നെല്ലാവരും ആശങ്കപ്പെട്ടതാണ്. പക്ഷേ നിശബ്ദ പോരാട്ടമായിരുന്നു അവരുടേത് എന്നുള്ളതാണ്. ശക്തരായ ബോസ്നിയക്കെതിരെ പിന്നീട് 4-1 ശക്തമായ വിജയം അവർ നേടുന്നു. പിന്നീട് ആതിഥേയരായ കാനഡയ്ക്കെതിരെ ഗ്രൂപ്പ് ഘട്ടത്തിൽ 2-1 വിജയം നേടുന്നു. പ്രീ ക്വാർട്ടറിലേക്ക്, അതായത് റൗണ്ട് ഓഫ് 32 വരുമ്പോൾ അൾജീരിയക്കെതിരെ വ്യക്തമായ മാർജിനിൽ 2-0 വിജയമാണ് അവർ സ്വന്തമാക്കുന്നത്. പിന്നീട് നമ്മൾ കണ്ടതാണ് അവരുടെ പ്രീ ക്വാർട്ടർ പോരാട്ടം. ജയിച്ചു കയറുന്ന നിശ്ചിത ടീമുകൾക്കും ഗോൾ നേടാണ്. സ്വിറ്റ്സർലൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർ നേടിയ ഗോളുകൾ 1, 3, 4, 7, 9 ഗോളുകൾ ഇതിനോടകം അവർ നേടി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവർ വഴങ്ങിയ ഗോളുകളുടെ എണ്ണം കുറവാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത് ലയണൽ മെസ്സിയെ ഒരു അക്കൗണ്ട് തുറക്കാതെ പിടിച്ചു നിർത്താൻ സ്വിറ്റ്സർലൻഡിന് സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് വിനീത. ശരി, അതാണ് അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരത്തിലേക്ക് വന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില താരങ്ങൾ, അവരുടെ ഈ ലോകകപ്പിലെ പ്രകടനങ്ങൾ അത് നമുക്ക് നോക്കണം. ഇതിൽ യൊഹാൻ മൻസാംബി പരിക്കിന്റെ പിടിയിലാണ്. നാളത്തെ മത്സരത്തിൽ കളിക്കുമോ എന്ന ഉറപ്പുമില്ല. അപ്പോൾ അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരത്തിൽ ഇപ്പോൾ ഫൈസൽ പറഞ്ഞതുപോലെ തന്നെ ലയണൽ മെസ്സി എന്തൊക്കെ മാജിക്കാണ് കാണിക്കാൻ പോകുന്നത്? മെസ്സിക്ക് ഗോൾ അടിക്കാതെ സ്വിറ്റ്സർലാൻഡിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമോ എന്ന ചോദ്യം ബാക്കിയുണ്ട്. യൊഹാൻ ഒപ്പം മൻസാംബി കളിക്കുമോ എന്ന ആകാംക്ഷ സ്വിറ്റ്സർലാൻഡ് നിരയിലുമുണ്ട്. ലയണൽ മെസ്സിയെ നോക്കിയാൽ നമുക്കറിയാം, ഈ ലോകകപ്പിൽ സമാനതകളില്ലാത്ത ഗോൾ വേട്ടയാണ് നടത്തിയിരിക്കുന്നത്. 8 ഗോളുകളുണ്ട്, 1 അസിസ്റ്റുമാണ് ഉള്ളത്. മറുഭാഗത്ത് സ്വിറ്റ്സർലൻഡിന്റെ പോരാളി എന്ന് പറയാവുന്ന യൊഹാൻ 3 ഗോളുകൾ അടിച്ചിരിക്കുന്നു, 2 അസിസ്റ്റുമുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ
ഈ ഗോൾഡൻ ബൂട്ട് റേസിൽ ഇപ്പോൾ എംബാപ്പയും മെസ്സിയും മുൻനിരയിൽ നിൽക്കുമ്പോൾ മെസ്സിയുടെ ഇന്നത്തെ മത്സരത്തിൽ എത്ര ഗോൾ അടിക്കും എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. ഒപ്പം നമുക്ക് എൻസോ ഫെർണാണ്ടസിനെ നോക്കിയാൽ അർജന്റീന നിരയിൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെയും ഏറ്റവും മികച്ച മത്സരങ്ങളിൽ പോരാടിയിട്ടുള്ളയാളാണ് എൻസോ ഫെർണാണ്ടസ്. ഒരു ഗോൾ നേടിയിട്ടുണ്ട്. 134 കംപ്ലീറ്റഡ് പാസുകളാണ് എൻസോ ഫെർണാണ്ടസിന്റെ ആയിട്ടുള്ളത്. ഒപ്പം ഗ്രാനിറ്റ് ജാക്ക, സ്വിറ്റ്സർലൻഡിന്റെ മധ്യനിരയിലെ അവരുടെ പ്രധാനപ്പെട്ട കുന്തമുന എന്ന് പറയാവുന്ന ഗ്രാനിറ്റ് ജാക്ക പന്തുകൾ എത്തിക്കുന്നതിൽ വളരെ വിദഗ്ധനാണ്. 172 കംപ്ലീറ്റഡ് പാസുകളാണുള്ളത്. നോക്കപ്പോൾ മധ്യനിരയിലെ 2 താരങ്ങൾ അർജന്റീനയുടെയും സ്വിറ്റ്സർലൻഡിന്റെയും പ്രധാനപ്പെട്ട 2 താരങ്ങളാകാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ തുറുപ്പുചീട്ടുകളാകാൻ പോകുന്നത് എൻസോ ഫെർണാണ്ടസും ഗ്രാനിറ്റ് ജാക്കയുമായിരിക്കും. അവരുടെ കളി മികവ് കൂടി ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാവും. അപ്പോൾ നമ്മൾ മുന്നേറ്റത്തിൽ കണ്ടു, മധ്യനിരയിൽ കണ്ടു. ഇനി പ്രതിരോധത്തിലേക്ക് പോയാൽ ക്രിസ്ത്യൻ റൊമേറോ 14 ക്ലിയറൻസ് ആണ് ക്രിസ്ത്യൻ റൊമേറോയ്ക്കുള്ളത്. അപ്പോൾ അർജന്റീനയുടെ കരുത്തനായ കാവലാൾ എന്ന് തന്നെ പറയേണ്ടി വരും ക്രിസ്ത്യൻ റൊമേറോയോ. ഒപ്പം പ്രതിരോധത്തിൽ മാനുവൽ അക്കാൻജിയിലാണ് സ്വിറ്റ്സർലൻഡിന്റെ വലിയ പ്രതീക്ഷ. അപ്പോൾ മെസ്സി പന്തുമായി ഉരച്ചെത്തുമ്പോൾ അവിടെ ക്ലിയർ ചെയ്യാൻ ഏതായാലും മാനുവൽ അക്കാൻജി ഉണ്ടാകും. 14 ക്ലിയറൻസ് ഒരു ഭാഗത്ത് റൊമേറോയുടേതുണ്ടെങ്കിൽ മറുഭാഗത്ത് നോക്കൂ, 32 ക്ലിയറൻസ് ആണ് സ്വിറ്റ്സർലൻഡിന്റെ മാനുവൽ അക്കാൻജി നടത്തിയിരിക്കുന്നപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ മധ്യനിരയിലായാലും ഒപ്പം പ്രതിരോധ നിരയിലായാലും മുന്നേറ്റ നിരയിലായാലും ഒക്കെ പ്രതിഭകളുടെ തന്നെ ഒരു പോരാട്ടം എന്ന് പറയേണ്ടി വരും.